അസ്സലാമു അലൈക്കും. ദൈവിക അനുഗ്രഹമാകുന്ന കുടുംബത്തിലെ പ്രധാന കണ്ണികളിലൊന്നാണ് കൗമാരക്കാർ. ഒരു വ്യക്തിയുടെ തനത് സ്വഭാവങ്ങളും സവിശേഷതകളും കഴിവുകളും പൂർണ്ണത പ്രാപിക്കുന്നത് കൗമാരത്തിലാണ്. ഏതാണ്ട് 10 വയസ്സാകുന്നതോടുകൂടി മാനസിക വ്യാപാരങ്ങളിലും പെരുമാറ്റ രീതികളിലും ഇത് പ്രകടമായി തുടങ്ങും. ഇതിന് കാരണം വർദ്ധിച്ച തോതിൽ സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ്, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ലൈംഗിക ഹോർമോണുകൾ. കൗമാരത്തിൽ ശാരീരിക മാനസിക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഇതേ ഹോർമോണുകൾ തന്നെ പല രൂപത്തിൽ കൗമാരക്കാരിൽ സ്വഭാവ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത് മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും വേണ്ടത്ര പരിഗണിക്കാതെ കൗമാരക്കാരുടെ സ്വഭാവ ദൂഷ്യങ്ങളായി ചിത്രീകരിക്കുന്നത് അപകടകരമാണ്. കൗമാരക്കാരിലുണ്ടാകുന്ന ആശങ്കകളെ അകറ്റി അവരുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. കുറ്റപ്പെടുത്തലുകൾ അവരെ നമ്മിൽ നിന്ന് അകറ്റുന്നതിനും അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നതിനും കാരണമായി തീരാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രായക്കാരോട് മാത്രമായിരിക്കും അവർ കൂട്ടുകൂടുന്നത്. കൗമാരക്കാരിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി കാണാനും അവരുടെ ആശങ്കകൾ അകറ്റി ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനുമാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. വീടകങ്ങൾ അവർക്ക് തടവറകളായി അനുഭവപ്പെടരുത്. അവരോട് കൂടുതൽ ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുവാനും അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുവാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും അവരെ വിശ്വാസത്തിലെടുക്കുകയും വേണം. അവരുടെ ഒരു അടുത്ത സുഹൃത്തായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബെസ്റ്റിയായി തീരുക എന്നതായിരിക്കണം ഈ പ്രായത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടലുകളിലൂടെ ഉണ്ടാകേണ്ടത്. നല്ല ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.